ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. മഞ്ഞൊന്നും ഇപ്പോൾ അറിയുന്നില്ല. മഞ്ഞ അറിയണമെങ്കിൽ തന്നെ ഇപ്പോൾ എന്തായാലും വെളിച്ചം വെച്ചെങ്കിലേ മഞ്ഞ അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഇതാ എണീറ്റ് വേഗം ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ചായ കുടിയും കഴിഞ്ഞ് ജിനീസ്ക പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഇപ്പോഴും നല്ല ഇരുട് തന്നെയാണ്. വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ. എന്തായാലും നല്ല തണുപ്പുണ്ടായിരുന്നു. മക്കൾ മൂന്നാളും നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസും ഇല്ലാത്തത് കൊണ്ട് മൂന്നാളും അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്കുള്ളതിൽ ഏറ്റവും വലിയ പണിയാണ് കേട്ടോ. ഐശുവിൻ്റെ ഈ കളി സാധനങ്ങൾ എടുത്ത് വെക്കൽ എവിടെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു ഐഡിയ ഓൾക്ക് തന്നെ ഉണ്ടാവില്ല. കളിക്കൊന്നുമില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ വലിച്ച് വാരി ഇടുന്നത് ഒക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വെറുതെ വാരി വെക്കുന്നതെന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഓള് എണീച്ച് വന്നാൽ ഇത് മൊത്തം പിന്നെയും വാരി ഇടും കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് കുറച്ച് നേരം ഞാൻ ഇരുന്നു കേട്ടോ. ഇന്നിപ്പോൾ മദർസ് ഇല്ലാത്തത് കൊണ്ട് രാവിലെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നിയമോളെ ഇന്ന് സ്കൂളിലേക്ക് വിടുന്നില്ല. നിയമോൾക്ക് നാളെ പൊതുപരീക്ഷ ആയതുകൊണ്ട് ഇന്നും ഇന്നലെയൊക്കെ ഞാൻ അവളെ ലീവ് ആക്കിക്കുന്നുണ്ട്. കുറച്ച് ഇന്ന് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് ഇവർ സ്കൂളിലേക്ക് അങ്ങനെ ഭക്ഷണം കൊണ്ടുപോകലൊന്നുമില്ല. സ്കൂളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കൽ. പിന്നെ രാവിലത്തേക്കെന്ന് വെച്ചാൽ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി തലേന്നേ കുതിർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഇരുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിൻ്റെ പണികളായിട്ട്. അപ്പോൾ ഞാൻ രാത്രി പച്ചരി വെള്ളത്തിലിട്ടിരുന്നു. ഇവിടെ ദോശയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഒരു 365 ഒരു 360 ദിവസം ദോശ തന്നെയായിരിക്കും. വേറെ എന്ത് കടികൾ ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ആയാലും വീട്ടിൽ ഉപ്പാക്കും ഉമ്മാക്കും ആർക്കായാലും ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അധികം ഞങ്ങളിവിടെ ദോശ തന്നെയാണ് ഉണ്ടാക്കൽ. ചില സാധാ ഉഴുന്ന് ദോശ അങ്ങനത്തെ സാധാ പച്ചരി വെള്ളത്തിലിട്ട് രാവിലെ അരച്ചത് ഈ നീർദോശ പോലെ ആ ദോശ കേട്ടോ അധികം ഉണ്ടാക്കൽ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അരി അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. മുറ്റം ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മുറ്റം അടിക്കാനുണ്ട് കേട്ടോ. 4 ഭാഗത്തായിട്ടും അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും എന്താ കുട്ടികളും എണീച്ച് വന്നിട്ടുണ്ട്. ഐശു പിന്നെ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയാൽ എൻ്റെ കൂടെ തന്നെ ഒരു ചൂലും എടുത്ത് ഇറങ്ങും. പിന്നെ ചെറിയ മരങ്ങളൊക്കെ ഉള്ളതും കൂടി ചെറിയ അത്യാവശ്യം ചപ്പും ചവറൊക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ നേരം വെളുത്താലും മുറ്റത്ത് എന്നും ഒരു അരമണിക്കൂറെങ്കിലും മുറ്റടിക്കാൻ വേണം. മുറ്റടിച്ച് തീരുമ്പോഴേ ഊരൻ്റെ പണി തീരും കേട്ടോ. അങ്ങനെ ഐശും കൂടെ കൂടി ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം മുറ്റടിക്കാൻ നിന്നേ.
മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തീ കത്തിച്ച് ദോശ ചുടാൻ വേണ്ടി നിന്നു. മിന്നുവിനെ സ്കൂളിലേക്ക് വിടാൻ സമയമായിട്ടുണ്ട്. പുറത്ത് അടുപ്പത്ത് നിന്ന് കേട്ടോ ഞങ്ങൾ ദോശ ചുടൽ. അപ്പോൾ ഒരടുപ്പത്ത് ദോശക്കല്ലും വെച്ച് ചൂട്ടടുപ്പത്ത് തന്നെ കുളിക്കാനുള്ള വെള്ളവും വെച്ചു കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലാവർക്കും ചൂടുള്ള വെള്ളം തന്നെ വേണം. ഉച്ച ആയാലും നല്ല വെയിലുണ്ടെങ്കിലും വെള്ളത്തിന് നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചൂട്ടടുപ്പത്ത് കുളിക്കാനുള്ള വെള്ളം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒരു ചെമ്പ് വെള്ളം അങ്ങനെ. സാധാരണ ഉമ്മച്ചിയാണ് ദോശയൊക്കെ ചുടൽ. ഉമ്മച്ചി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ദോശ ചുടുന്നത്. ഞങ്ങൾ അടുപ്പൊക്കെ ഏകദേശം പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരാക്കണമെങ്കിൽ ഉമ്മച്ചി വരണം. ഈ പരിപാടിയൊക്കെ ഉമ്മച്ചിക്ക് അറിയുള്ളൂ കേട്ടോ. ഈ അടുപ്പിൻ്റെ അടുത്തേക്കുള്ള ഒരു പരിപാടിക്ക് ഞാൻ അങ്ങനെ വരലില്ല. അങ്ങനെ മക്കൾക്ക് വേഗം ദോശ ചുട്ടെടുത്ത് മക്കളെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ മിന്നു മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ നീമോളില്ലാന്ന് പറഞ്ഞിട്ട് ആകെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ. രാത്രിക്കത്തെ കറി ബാക്കിയുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാവിലെ വേറെ കറിയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ഇന്നലെ രാത്രി മീൻ കറി ആയതുകൊണ്ട് ആ മീൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ കറി അങ്ങനെ അവിടെ ബാക്കിയായി പോകും. ആ മീൻ കറിയെ കൂട്ടി പിന്നെ മിന്നുവിന് ചായ കൊടുത്ത് മിന്നുവിന് മടിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് സ്കൂളിൽ പോകാൻ. എന്നാലും ഞാൻ പറഞ്ഞു ഡാൻസിൻ്റെ പ്രാക്ടീസ് എല്ലാം കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനെ ഒരാൾ വന്ന് ഒക്കത്ത് കയറി കേട്ടോ. ഉമ്മച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞൊരു ഇടയ്ക്കൊരു വരവാണ്. ആ ഒരു മിനിറ്റ് നമ്മൾ എടുത്തേക്കില്ലെങ്കിൽ പിന്നെ കുറേ നേരം കരച്ചിലായിരിക്കും. അങ്ങനെ മിന്നുവിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മിന്നുവിനെ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മിന്നുവിനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. മക്കളും വാപ്പിയും പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പണികൾ തുടങ്ങാൻ പറ്റുള്ളൂ. എല്ലാം തട്ടിക്കൊട്ടി അടിച്ച് വരണമെങ്കിലും ഇവർ പോവാണ്ട് എൻ്റെ പണികളൊന്നും നടക്കൂല കേട്ടോ. അങ്ങനെ മിന്നുവിനെ വേഗം മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് മിന്നുവിനെ ഞാൻ വേഗം സ്കൂളിലേക്ക് വിട്ടു. മിന്നുവിനെ കൊണ്ടാക്കി വന്ന് പിന്നെ നീ ഐശുവും കൂടി ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. പിന്നെ ഒരു ചായ കുടി കഴിഞ്ഞ് കുറച്ച് എനിക്ക് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വേഗം അയൺ ചെയ്യാൻ വേണ്ടി നിന്നു. അതിനിടയ്ക്ക് ജുനീസ് ഖാൻ്റെ നീക്കലും കുളിയൊക്കെ കഴിഞ്ഞ് മൂപ്പരും പോകാൻ വേണ്ടി മൂപ്പര് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരും പോയിട്ട് വേണം എനിക്ക് തട്ടിക്കൊട്ടലൊക്കെ ഒന്ന് തുടങ്ങാൻ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ ജുനീസ് ഖാൻ്റെ പോക്കും കഴിഞ്ഞു കേട്ടോ. ഇനി വേണം എനിക്ക് ചായ കുടിക്കലും എൻ്റെ അടിച്ചുവാരലും തുടക്കലും എന്നുള്ള പണികളൊക്കെ തുടങ്ങണം ഇനിയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ നീമോള് പിന്നെ പഠിക്കാമായിരുന്നു. പിന്നെ ഞാൻ അലക്കാനുള്ള വേഗം എടുത്ത് മെഷീനിലേക്ക് കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പണികൾ തുടങ്ങാൻ വെച്ചിട്ട് വേഗം ഞാൻ അലക്കാനുള്ളതൊക്കെ എടുത്ത് മെഷീനിലേക്ക് എടുത്തിട്ടു കേട്ടോ. കുട്ടിക്കൊട്ടലിൻ്റെ ഇടയിൽ കൂടെ ഐശ്വര്യ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചെന്ന് ടി വി കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പഠിക്കാൻ ഏൽപ്പിച്ച ആൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോഴേക്കും ചോറിന് വെച്ച് വെള്ളം കാണിയിരുന്നു. അങ്ങനെ ഞാൻ വേഗം ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. രാവിലത്തെ പാത്രങ്ങൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളൊന്ന് കഴുകാൻ വേണ്ടി നിന്നു. പാത്രം കഴുകി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം കേട്ടോ നിയമോളെ കൂടെ കുറച്ച് നേരം ഒന്ന് പോയിരിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി ഓളെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും ആയിപ്പോകട്ടെ. അപ്പോൾ നാളെ ആട്ടോ പരീക്ഷ തുടങ്ങുന്നത്. അങ്ങനെ പാത്രം കഴുകി ഗ്യാസും സിങ്കൊക്കെ തുടച്ചിട്ടിട്ട് വേണം കേട്ടോ കറിയൊക്കെ ഒന്ന് ആക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ജുനീസ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിൻ്റെ മുമ്പേ ചോറും കറിയൊക്കെ ആക്കണം. അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകിയിട്ട് പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ടായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. ഒന്നാമത് വീഡിയോ ഇടാൻ മടി നിൽക്കുന്നത് നമ്മൾ എങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും അധികം ആരും കാണുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ വിചാരിക്കും എന്തിനാ അപ്പോൾ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഇടാന്നൊക്കെ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഐശൊന്ന് എടുക്കാൻ വേണ്ടി പറയാനാട്ടോ വന്നത്. പിന്നെ ഞാൻ ഓരോന്നും സോപ്പൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. പാത്രം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ചോറൊക്കെ വെന്തിരുന്നു. പിന്നെ ഞാൻ ചോറ് ഊറ്റിയിട്ട് പിന്നെ തുടക്കാൻ വേണ്ടി നിന്നേ.
അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ലേ, എന്താ കറി വെക്കുക, എന്താ കറി വെക്കുക. നേരം വെളുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴും നമ്മൾ ആകെ ചിന്തിക്കുന്ന കാര്യം നാളെ ഇപ്പോൾ എന്താ കറി വെക്കുക എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ പറമ്പിൽ തന്നെ ചീര ഉണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് ഞാൻ താളിച്ചു വിട്ടു. നിയമമൊക്കെ ഇങ്ങനെ താളിച്ചുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ പരിപ്പും ചീരയും കൂടെ താളിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു കേട്ടോ. പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അതും ഞാൻ വേഗം ഗ്യാസിലേക്ക് വെച്ച് ബാക്കിയുള്ള പണിയിലേക്ക് നിന്ന്. പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ജുനീസ്ക ചിക്കനും വാങ്ങിയിട്ടാട്ടോ വന്നത്. അപ്പം ഞാൻ ഈ ചിക്കൻ കറിയാക്കുന്ന നേരെയും കൊണ്ട് ജുനീസ്ക നീമോളെ കൂടെ കുറച്ചേരം പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നാക്കി ഞാനത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം മസാല ഒക്കെ ഗ്യാസുമേലാക്കിയിട്ട് പിന്നെ അടുപ്പത്തേക്കാണ് വെക്കൽ. അത് മീനായാലും ചിക്കനായാലും ഗ്യാസുമേലാക്കിയിട്ട് പിന്നെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കും കേട്ടോ. എങ്ങനെ നോക്കിയാലും 1.5 മാസം എനിക്ക് ഗ്യാസ് നിൽക്കുള്ളൂ കേട്ടോ. 45 ദിവസം അതിൽ കൂടുതൽ ഗ്യാസ് എനിക്ക് നിൽക്കില്ല. എത്ര പെട്ടെന്ന് അത്രയും പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഗ്യാസ് എങ്ങനെ ശ്രദ്ധിച്ചാലും നിൽക്കാത്തത് ഇന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ വേഗം കറിയൊക്കെ ആക്കിയിട്ടോ. ഞാനിടുന്ന അധികം വീഡിയോയിൽ ഈ ടോയും ലേയും പിന്നെ കുറേ വട്ടം വരുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ ഈ ടോ വന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പറ്റിയെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളെ സപ്പോർട്ടൊന്ന് അറിയിക്കണം. പിന്നെ തിരുമ്പിയതൊക്കെ ഒന്ന് വേഗം ഞാൻ ആറിയിടാൻ വേണ്ടി നിന്നിട്ട്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പുറത്ത് നല്ല വെയിലാണെങ്കിലും അകത്ത് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും ചോറുണ്ണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഇന്ന്